രാജേന്ദ്രനും രാജ്കുമാറും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം മധുരയിൽ സീതാറാം യെച്ചൂരി നഗറിൽ നിന്നും. ഗുഡ് മോർണിംഗ് രാജേന്ദ്രൻ. ഗുഡ് മോർണിംഗ് രാജ്കുമാർ. ഗുഡ് മോർണിംഗ്. വളരെയധികം രാഷ്ട്രീയ പ്രസക്തിയേറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പാർട്ടി കോൺഗ്രസിന് മധുര വേദിയാകുന്നത്. മൂന്നാം തവണ മധുര വേദിയാകുമ്പോൾ ഇന്ന് വഖഫ് ബില്ല് പാർലമെന്റിൽ വരാനിരിക്കുകയാണ് രാജേന്ദ്രൻ. ലോക്സഭയുടെ മേശപ്പുറത്ത് അത് വെക്കാനിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഇടതുപക്ഷം അതിനുവേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുക എന്ന് തന്നെ ഇന്നലെ സമ്മേളനത്തിന് എത്തിയ പ്രതിനിധികളെല്ലാം തന്നെ വ്യക്തമാക്കിയതാണ്. ഇതടക്കം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നു പാർട്ടി കോൺഗ്രസ്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി പതാക ഉയരുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്? ഇന്നത്തെ നടപടിക്രമം എന്ന് പറയുമ്പോൾ ഏറ്റവും രാവിലെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സമ്മേളന നടപടികളെല്ലാം ആരംഭിക്കും. ഇങ്ങോട്ട് ഇപ്പോൾ പല പ്രതിനിധികളും നമുക്ക് കാണാം. ഇതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇത് മധുരയിലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള തമുക്കം ഗ്രൗണ്ടിലെ ഈ സീതാറാം യെച്ചൂരി നഗറിലാണ് 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഇവിടെ ഇതാ പതാക, ഇതിന് തൊട്ടു മുന്നിൽ തന്നെ പതാക ഇവിടെയാണ് ഉയരുക. മുതിർന്ന നേതാവായ ബിമൻ ബസുവാണ് സമ്മേളനത്തിന് പതാക ഉയർത്തുക. ഇതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ വിരിഷ പറഞ്ഞതുപോലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. നേരത്തെ 1953-ലും 1972-ലും ഇവിടെ മധുരയിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസുകൾ നടന്നിട്ടുണ്ട്. ആ സമ്മേളനങ്ങളെല്ലാം തന്നെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നില്ലെങ്കിൽ പോലും ആ സമ്മേളനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രമേയങ്ങളിലും അതുപോലെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലും അതുപോലെ സമ്മേളനം അംഗീകരിച്ച അന്തിമ രാഷ്ട്രീയ പ്രമേയത്തിലും അവിടെ സമ്മേളനം പാസാക്കിയ വിവിധ പ്രമേയങ്ങളിലും എല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത് വർഗീയത അത് രാജ്യത്ത് പതുക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നിപ്പോൾ 24ാം പാർട്ടി കോൺഗ്രസ് 2025-ൽ മധുരയിൽ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി വർഗീയത മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന വഖഫ് ബില്ല്. എങ്ങനെയാണ് CPIM ഇത്രയും കാലമായി ഈ പാർട്ടി കോൺഗ്രസുകളെല്ലാം ഉയർത്തിപ്പിടിച്ചിരുന്ന ആ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അതിൻ്റെ ഏറ്റവും തീഷ്ണമായ രൂപഭാഗങ്ങളിൽ ഇന്ത്യയെ കീഴടക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്മേളന പ്രതിനിധികളായ 4 CPM-ന്റെ ലോക്സഭാംഗങ്ങളോടും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല, നിങ്ങൾ ലോക്സഭയിൽ സന്നിഹിതരായിരിക്കണം. അവിടെ ഈ വഖഫ് ബിൽ അവതരിപ്പിക്കുമ്പോൾ ആ അവതരണത്തെ ശക്തമായി എതിർക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടക സമിതിയുടെ കൺവീനറായ സു വെങ്കടേശൻ, അദ്ദേഹം ഇവിടുത്തെ മധുരയിലെ MP-യാണ്, സംഘാടക സമിതിയുടെ കൺവീനറാണ്, ഇവിടുത്തെ പ്രശസ്തനായ സാഹിത്യകാരനാണ്, തമിഴിലെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരനാണ്. അദ്ദേഹമെല്ലാം തന്നെ അങ്ങോട്ട് മടങ്ങുകയാണ്. ഇതാണ് ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നാൽ ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം വർഗീയതയെ ശക്തമായി ചെറുക്കുക എന്നതാണ്. അതിൻ്റെ ഏറ്റവും ബീഭത്സമായൊരു മുഖമാണ് ഈ വഖഫ് ബില്ലിലൂടെ കാണാൻ സാധിക്കുന്നത്. അതാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുപോലെ രാജ്കുമാർ എൻ്റെ ഒപ്പം ഉണ്ട്. ഇന്നത്തെ നടപടിക്രമങ്ങൾ അതിനെക്കുറിച്ച് രാജ്കുമാർ വിശദീകരിക്കും. രാവിലെ നമ്മുടെ സാധാരണ ഈ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് അവസാനമൊക്കെ ആയിരിക്കും വെക്കാറ്. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ ക്രെഡൻഷ്യൽ റിപ്പോർട്ടിൻ്റെ ഒരു ഹാഫ് റിപ്പോർട്ട് ആദ്യം വെക്കും. ഏതൊക്കെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്, ആരൊക്കെ വന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ വിശകലനം ചെയ്യും. അത് കഴിഞ്ഞ് ബാക്കി വീണ്ടും പൂർണ്ണമായ റിപ്പോർട്ട് പിന്നീടായിരിക്കും വെക്കുക. അപ്പം അങ്ങനെ ഒരു നടപടിക്രമത്തിൽ ചില വ്യത്യാസങ്ങൾ ഇക്കുറി വരുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാരിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ പ്രകാശ് കാരാട്ടിൻ്റെ ഇതിൻ്റെ സംഘടനാ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ആദ്യത്തെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യം ഉദ്ഘാടന സെഷൻ നമ്മുടെ പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ പാർട്ടി കൈക്കൊള്ളുന്ന നയസമീപനങ്ങൾ, അതുപോലെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, പാർട്ടിയുടെ നിലപാട്, ഇതെല്ലാം വിശദീകരിക്കുന്നതായിരിക്കും പ്രകാശ് കാരാട്ടിൻ്റെ ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന പ്രസംഗം. അതിനകത്ത് ഈ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചുള്ള വ്യക്തതയുണ്ടാവും. അതിനകത്ത് വിവിധ വിഷയങ്ങളിലുള്ള വ്യക്തത ആ ഉദ്ഘാടന പ്രസംഗത്തിലുണ്ടാവും. പിന്നീട് അതിനുശേഷമായിരിക്കും ഈ പറയുന്ന സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ട് വെക്കുക. ആ റിപ്പോർട്ടിന് ശേഷം ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള ചർച്ചകളിലേക്കും പ്രതിനിധികൾ ആരൊക്കെ ആയിരിക്കണം ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടുന്നത് ഓരോ പ്രതിനിധിക്കും നമ്മുടെ സാധാരണ നടപടിക്രമം അനുസരിച്ച് സമയം നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ. ആ സമയത്തിന് അവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയും. തുടർന്ന് പിന്നുള്ള ദിവസങ്ങളിലായിരിക്കും ഇതിൻ്റെ
ഇതിൻ്റെ ഈ ചർച്ചകൾ പുരോഗമിക്കും. ഏറ്റവും ഒടുവിലാണ് ഇതിൻ്റെ മറുപടി ഉൾപ്പെടെയുള്ളത് നൽകുന്നതും. പിന്നീട് നമുക്ക് അറിയാവുന്നതുപോലെ പ്രമേയങ്ങൾ, ഇതിനിടെ നിരവധി പ്രമേയങ്ങൾ പാർട്ടി ഇവിടെ അവതരിപ്പിക്കും. അത് പക്ഷേ അതിപ്പോൾ താങ്കൾ ഇന്നലെ രാജേന്ദ്രനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ സമ്പദ്ഘടനയിലെ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു രാജ്യത്തെ മുഴുവനും ഒരു വർഗീയ രാജ്യമാക്കി മാറ്റാനുള്ള പലസ്തീൻ ക്ഷമിക്കണം മറ്റുള്ള ഈ ചില രാജ്യങ്ങൾ, അതെ, അതേപോലുള്ള ദേശീയ വിഷയങ്ങൾ, അതിനെയൊക്കെ നമ്മുടെ നാടിൻ്റെ ഇവിടുത്തെ മനുഷ്യർ അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രാജ്യത്തെ ഭരണകർത്താക്കളുടെ തീരുമാനങ്ങൾ, അത്തരം തീരുമാനങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങളും അതുപോലെ തന്നെ ഇതാണ് ശരിയായ മാർഗം എന്ന് കാട്ടിക്കൊടുക്കുന്ന ഇടതുപക്ഷ ബദൽ ഇവിടെ ഉള്ളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സോഷ്യലിസം ഈസ് ദി ആൾട്ടർനേറ്റീവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് പാർട്ടി ഉയർത്തുന്നത്. ആ മുദ്രാവാക്യങ്ങൾ അതനുസരിച്ചിട്ടുള്ള പ്രമേയങ്ങൾ ഇവിടെ വരും. അതുകൂടാതെ വിനിഷ, വേറൊരു കാര്യം കൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. തമിഴ്നാട്ടിലെ CPM-ന്റെ മുഖപ്രസിദ്ധീകരണമാണ് തീക്കതിർ പത്രം ഇന്ന് തൊട്ട് ഈ സമ്മേളനം തീരുന്നത് വരെ അവരുടെ ഇംഗ്ലീഷിലെ കോപ്പി കൂടി ഇറക്കുകയാണ്. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. കാരണം ഇത് എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിരവധി പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്നെല്ലാം തന്നെ നിരവധി CPM-ന്റെ പ്രവർത്തകർ ഇന്നലെ മുതൽക്ക് തന്നെ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽക്ക് തന്നെ. അപ്പോൾ ഈ സമ്മേളനം കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, അവിടെ നിന്നെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ, സമ്മേളനം കൈക്കൊണ്ട തീരുമാനം, പ്രമേയം, ഇതെല്ലാം തന്നെ അവരിലേക്ക് കൂടി എത്തിക്കുക. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള പ്രതിനിധികളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തീക്കതിർ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് സപ്ലിമെൻ്റ് പുറത്തിരിക്കുന്നത്. കാരണം ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ നിന്നെല്ലാം ഒരുപാട് പ്രവർത്തകർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മധുരയിൽ എവിടെ ചെന്നാലും തീക്കതിറിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് കൂടി ലഭിക്കും. അതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ, ഇതിൻ്റെ അനുബന്ധമായി ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ സമ്മേളനം ഇവിടെ പ്രതിനിധി സമ്മേളനം ഈ ഹാളിനകത്ത് നടക്കുന്നു. പക്ഷേ മധുര നഗരം ഒന്നടങ്കം തന്നെ ഈ സമ്മേളനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം മധുരയ്ക്ക് അങ്ങനെ വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുണ്ട്. എവിടെ നോക്കിയാലും, നഗരത്തിൽ എവിടെ നോക്കിയാലും നിറയെ ചെങ്കൊടികളാണ്. അതുപോലെ അനുബന്ധമായി നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. രാജ്കുമാർ, ഇവിടെ നമുക്കിപ്പോൾ ഇന്നലെ എക്സിബിഷൻ എൻ റാം ഉദ്ഘാടനം ചെയ്ത ചരിത്ര എക്സിബിഷൻ ഉണ്ട്. അതായത് മധുരയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലുള്ള നവോത്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് തമിഴ്നാട് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെയൊക്കെ ചരിത്രം പറയുന്ന ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബുക്സിൻ്റെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഇനി സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കുന്ന പരിപാടികൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതിലിപ്പോൾ വിജയ് സേതുപതി, നമുക്കറിയാം അദ്ദേഹം പ്രശസ്തനായ സംവിധായകനും നടനുമാണ് വിജയ് സേതുപതി. സംവിധായകൻ വെട്രിമാറൻ, അതുപോലെ സമുദ്രക്കനി, അതേ കൃഷ്ണപിള്ളയെ മലയാളത്തിൽ അവതരിപ്പിച്ച പ്രകാശ് രാജ്, അങ്ങനെ തുടങ്ങുന്ന നിരവധി സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും സാഹിത്യകാരന്മാരും കവികളുമൊക്കെ ഇവിടെ ഇനി ഈ വേദികളിൽ വരും. മാത്രമല്ല നാടൻ കലകളുടെ വലിയൊരു സംഗമ ഭൂമിയായി ഇത് താമസിയാതെ നമ്മുടെ ഇപ്പോൾ ഈ കിടക്കുന്ന തമുക്കത്തിലുള്ള മധുരൈ കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്ന സീതാറാം യെച്ചൂരി നഗർ മാറുകയാണ്. ഉള്ളിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലാണ് ഇതിൽ ഹാൾ അറിയപ്പെടുന്നെങ്കിൽ ഈ പുറത്തറിയപ്പെടുന്നത് സീതാറാം യെച്ചൂരി. നമുക്കറിയാം, നമുക്ക് നഷ്ടപ്പെട്ട രണ്ട് പ്രമുഖ കോമ്രേഡുകൾ ഈ സീതാറാം യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണനും. അവരുടെ ഓർമ്മകൾ തിങ്ങി നിറക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നത്. വിനിഷ, 1943 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് മുംബൈയിൽ വെച്ചാണ് ചേരുന്നത്. അന്ന് 137 പ്രതിനിധികളാണ് അന്നുണ്ടായിരുന്നത്. അന്ന് പാർട്ടിക്ക് ഏതാണ്ട് 10,000-ഓളം അംഗങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. 137 പ്രതിനിധികളാണ് ആ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തിരുന്നത്. അന്നത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ, അന്ന് പല പ്രതിനിധികൾക്കും പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അവരൊക്കെ ജയിലിനകത്തായിരുന്നു. സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ഘട്ടത്തിലായിരുന്നു. ഇത്തവണയാവട്ടെ 24-ാം പാർട്ടി കോൺഗ്രസിലെത്തുമ്പോൾ ഇവിടെ പങ്കെടുക്കുന്നത് 817 പ്രതിനിധികളാണ്. പക്ഷേ അന്നത്തെ ആ 137 പേരും ഇന്നത്തെ ഈ ഒരു 817 പേരും തമ്മിലുള്ളൊരു സാദൃശ്യം എന്തെന്നാൽ, ഇവരിലെ മഹാഭൂരിപക്ഷം പേരും പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തൊഴിലാളികൾ, കർഷകർ, അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇവർക്ക് വേണ്ടി ജയിൽവാസം അനുഷ്ഠിച്ചവരാണ്. ക്രൂരമായ പോലീസ് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അധ്വാനിക്കുന്ന ഇന്ത്യയുടെ നമുക്കൊരു നേർചിത്രം എന്ന് പറയാം. ആ നേർചിത്രമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഈ ഒരു 817 പ്രതിനിധികൾ. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളുമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
നിരന്തരം പോരാട്ടം നടത്തുന്നവരാണ് ഈ പ്രതിനിധികൾ. അതാണ് ഈ സമ്മേളനത്തിനുള്ളൊരു പ്രത്യേകത. നമുക്ക് ഇത് ഇന്ത്യയുടെ മാത്രമല്ല, ഇപ്പം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കുറേ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും നമുക്ക് ഇതേപോലെ പോരാടുന്ന ജനങ്ങളുടെ ഇത്രയും വലിയ ഒരു സംഗമം കാണാൻ സാധിക്കില്ല. ലോകത്ത് തന്നെ അപൂർവമാണ് എന്ന് തന്നെ പറയാം. അതാണ് ഇവിടെ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾക്ക്, ഇവിടെ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾക്ക് ഇന്ത്യയിൽ വളരെ നിർണായകമായ സ്ഥാനമുണ്ട്. ഇപ്പോൾ ഇവിടെ 1953 മൂന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂന്നാം പാർട്ടി കോൺഗ്രസ് ഇവിടെ ചേർന്നിരുന്നു. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം പറഞ്ഞാൽ ബാങ്ക് ദേശസാൽക്കരണമായിരുന്നു. അന്ന് ബാങ്കുകൾ ദേശസാൽക്കരിച്ചേ തീരൂ എന്നൊരു അടിയുറച്ച നിലപാടെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അത് നടപ്പിലാക്കാൻ ഇന്ദിരാഗാന്ധി നിർബന്ധിതയായി. അത് ഇന്ത്യയിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ദില്ലി പാർട്ടി കോൺഗ്രസ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വനാവകാശ നിയമം, ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണമെന്ന് അടിയുറച്ച നിലപാട് കൈക്കൊണ്ടിരുന്നു. അത് യാഥാർത്ഥ്യമായി. കാരണം നമ്മൾ ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനായി ഏറ്റവും അധികം ശബ്ദമുയർന്നിരിക്കുന്നതും പ്രമേയങ്ങൾ പാസ്സാക്കിയതും പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചതുമെല്ലാം ഈ പാർട്ടി കോൺഗ്രസ്സുകളാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ഭൂപരിഷ്കരണം കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഏറെക്കുറെ നല്ല രീതിയിൽ അത് നടപ്പിലായത്. പക്ഷേ അതിൻ്റെ എല്ലാം സ്വാധീനം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ജന്മികൾ എന്ന് പറയുന്ന ജന്മിത്യ വ്യവസ്ഥ തന്നെ ഇല്ലാതായി. അതെ, അതിനുള്ള കാരണം അത്തരം ആഹ്വാനങ്ങൾ ഇവിടെയാണ് മുഴങ്ങിയത്. ഇതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഇടതുപക്ഷ പാർട്ടികൾക്കോ മാത്രമല്ല, മറ്റെല്ലാ പാർട്ടികളെയും മറ്റെല്ലാ സംസ്ഥാന സർക്കാരുകളെയും സംസ്ഥാന ഭരണങ്ങളെയും എല്ലാം തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹ്വാനം എന്ന് പറയുന്നത് വർഗീയതയെ ശക്തമായി ചെറുക്കുക എന്നതായിരുന്നു. വർഗീയതയെ ശക്തമായി ചെറുക്കാൻ ഒരു മതേതര ഒരു സഖ്യം എന്ന വാക്ക് CPI മുന്നോട്ട് വയ്ക്കുന്നില്ല. കാരണം സഖ്യവും ബദലും രണ്ടാണ്. ആ ബദലിന് വലിയൊരളവോളം വർഗീയതയെ ചെറുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നെങ്കിൽ പോലും അവർ 400 സീറ്റൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തനിച്ച് ഭൂരിപക്ഷം കിട്ടാതെ സഖ്യകക്ഷികളുടെ JDUവിൻ്റെയും തെലുങ്കുദേശം പാർട്ടിയുടെയും പിന്തുണയോടെയാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിനും രാഷ്ട്രീയ ചലനങ്ങൾക്കുമെല്ലാം ദിശാബോധം നൽകുന്ന വലിയ തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളും. അതിനുള്ള വിശദമായ ചർച്ചകൾ നടക്കും. അതിൻ്റെ ഒരു ആവേശം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവരുടെ നിലനിൽപ്പ്, അവരുടെ മുന്നേറ്റം, അവരുടെ വിവിധ വിഷയങ്ങളിൽ അവർ കൈക്കൊള്ളേണ്ട നിലപാടുകൾ, ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത, ഇതെല്ലാം തന്നെ ഈ പാർട്ടി കോൺഗ്രസ് വളരെ വിശദമായി ചർച്ച ചെയ്യും. ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനമുണ്ടാവും.